ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗങ്ങളെയും തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരെയും MP-മാരെയും പണം വാങ്ങി ചരക്കുകളെ പോലെ വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ശക്തമാക്കുന്നതിൽ വടക്കേ ഇന്ത്യയിലെ BJP നടത്തിയിട്ടുള്ള നാറിയ ഇടപെടലുകൾ മലയാളികൾക്ക് പരിചിതമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവതരമായി കാണുന്നവരാണ് മലയാളികൾ. അതുകൊണ്ടാണ് നിയമനിർമ്മാണ സഭകളിലേക്ക് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഏകദേശം 80% അതിലധികമോ വോട്ട് പങ്കാളികളാകാൻ മലയാളികൾ എക്കാലവും മുന്നോട്ട് വന്നിട്ടുള്ളത്. ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ വലിയ തരത്തിൽ പോളിംഗ് നടക്കുമ്പോഴാണ് പോളിംഗ് ശതമാനം 62-65 മുകളിലേക്ക് പോകുന്നതെങ്കിൽ കേരളത്തിൽ ശരാശരി പോളിംഗ് എക്കാലവും 75% മുകളിലാണ്. അത്തരത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ സംവിധാനം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ ഇടയിലേക്ക് അവർക്ക് പരിചിതമല്ലാത്ത സ്ഥാനാർത്ഥികളെ പണം നൽകി സ്വാധീനിക്കുക, ജനങ്ങളുടെ സ്വകാര്യമായ വിശ്വാസത്തെ തെരുവിൽ അനാരോഗ്യകരമായി ചർച്ചയ്ക്ക് വിധേയമാക്കുക, സാരിയും മറ്റ് വിഭവങ്ങളും നൽകുന്നതിൽ ഒരു തെറ്റും കാണാതിരിക്കുക തുടങ്ങിയ അനാരോഗ്യകരമായ പ്രവണതകൾ. നോക്കൂ, പാലക്കാട് പരസ്യമായി കൊണ്ടാഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് BJP സ്ഥാനാർത്ഥിയെ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവർ നടത്തിയിട്ടുള്ള അട്ടിമറികളുടെ രേഖകളിത പുറത്തു വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് NDA മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തിനൊപ്പം അവർ പുതുതായി മലയാളികളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്ന അനാരോഗ്യവും അശ്ലീലവുമായ രാഷ്ട്രീയ പ്രചരണ രീതികളെ തിരിച്ചറിയുവാൻ മലയാളികൾക്ക് ഒരവസരം നൽകുന്ന തരത്തിലാണ് പാലക്കാട് നിന്നും പുറത്തു വന്ന വാർത്തകൾ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പണവും ഒരുപക്ഷെ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് അവരുടെ കൃത്യമായ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തെ അട്ടിമറിക്കുവാൻ വടക്കേ ഇന്ത്യയിൽ BJP നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ ചില കാലങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ പോലും കേരളത്തിൽ അതേ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്തുമ്പോൾ അവർ വർഗീയ വിഭാഗീയ മുദ്രാവാക്യങ്ങൾ ഭരണത്ത് വെച്ച് കേരളത്തിലേക്ക് എത്താൻ കാരണം കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയാണ് എന്ന് അവരുടെ ഇടയിൽ തന്നെ ആളുകൾ മനസ്സിലാക്കുന്ന സമയത്താണ് അവസാന നിമിഷം പണവും ഒരുപക്ഷെ മറ്റ് വിഭവങ്ങളും നൽകി ജനങ്ങളെ കയ്യിലെടുക്കാൻ വളരെ അനാരോഗ്യകരമായ പ്രവണതയിലേക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നത്. ഇത് കേരളീയ ജനാധിപത്യ ബോധത്തോടുള്ള പൊതുവെല്ലുവിളിയായി മലയാളികൾ തിരിച്ചറിയും.